ഞാനും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ സൂഫി സബറെ. കാരണം നീ എന്നെ പുകഴ്ത്തി പറയണ്ട. ഇത് ഞാൻ അന്നെ എന്ത് സംഗതി എന്നെ ഏൽപ്പിച്ചിന് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ബോധമുള്ള കാലത്തോളം നീ ഇതിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. എനിക്ക് നിന്നോട് പറയാനുള്ളതാണ്, നീ രക്ഷപ്പെടൂല. നിന്നെ ഒരു ദിവസം പോലും ഞാൻ ആ വിഷയത്തിൽ നിന്ന് ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഞാൻ വിടൂല. അത് നീ ഒരിക്കലും സംശയിക്കണ്ട. 2025 വിവാദങ്ങളൊന്നുമില്ലാതെ നെഗറ്റീവ് ഒന്നുമില്ലാതെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഷാജിദ ആഗ്രഹിക്കുന്നത്. 2024 മോശം അനുഭവങ്ങളാണ് തന്നെ തേടിയെത്തിയതെന്നും ഇക്ക മരിച്ചു, വിവാഹകാര്യം ഏറിലായത്, വിവാദങ്ങളിലേക്ക് പോയത്, മറ്റുള്ളവർക്ക് അലക്കാനുള്ളൊരു വസ്തുവായി ഞാൻ മാറി എന്ന രീതിയിലാണ് ഷാജിദ പറയുന്നത്. ഇത്രയും ദിവസം നിങ്ങൾ എന്നെ കണ്ടന്റ് ആക്കിയില്ലേ, ഇനി അത് മാറ്റണം. ഇനി നിങ്ങൾ പുതിയ കണ്ടന്റ് കണ്ടെത്തണം. എന്നെ വെറുതെ വിടണം. കഴിഞ്ഞ വർഷം പോയി മറിഞ്ഞതുപോലെ തന്നെ എൻ്റെ മോശം കാലവും പോയി മറിയട്ടെ. 2025 നല്ലൊരു തുടക്കം തരട്ടെ, ഒപ്പം നല്ലൊരു ജീവിതവും. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടെ സഹകരിക്കണമെന്നാണ് ഷാജിദ ആഗ്രഹിക്കുന്നത്. എന്നാൽ റൌഫ് ആകട്ടെ അതൊന്നും വിടാനുള്ള തയ്യാറുമല്ല. റൌഫ് സൂഫി സഫറിനെ എന്തോ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് എനിക്ക് അറിയുന്നിടത്തോളം കാലം നീ എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് അയാൾ പറയുന്നത്. അതിനർത്ഥം സൂഫി സഫറിനെ മാത്രമല്ല ഷാജിദയും അയാൾ വെറുതെ വിടാൻ തയ്യാറല്ല. എന്താണ് സൂഫി സഫറും ഷാജിദയും റൌഫും തമ്മിലുള്ള ബന്ധം? അതുമല്ലെങ്കിൽ ഷാജിദക്കും റൌഫിനും ഇടയിൽ സൂഫി സഫർ എങ്ങനെ പെട്ടു? ഷാജിദയോടൊപ്പം തന്നെ അല്ലെങ്കിലും വിവാദങ്ങളുടെ കാര്യത്തിൽ സൂഫി സഫറും ഒട്ടും മോശമല്ല. 1-2 ദിവസങ്ങളായി അദ്ദേഹം ചില വിവാദങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത്. മറ്റൊന്നുമല്ല, ഷാജിദയെ വിവാഹം കഴിക്കാൻ പോകുന്ന ഉസ്താദ് എന്ന തരത്തിലാണ്. എന്നാൽ ഷാജിദ പറഞ്ഞ ആ ഉസ്താദ് സൂഫി സഫർ അല്ല. സൂഫി സഫർ ഒരു ഉസ്താദോ മതപണ്ഡിതനോ സൂഫി വര്യനോ ഒന്നുമല്ല. സാധാരണ ഒരു കണ്ടന്റ് മേക്കറാണ്. ഷാജിദ വിവാഹം കഴിഞ്ഞു എന്നൊരു ഇൻ്റർവ്യൂ കൊടുത്തതിന് പിന്നാലെ ഷറഫ് അലിയും ഷാജിദയും ഒരുമിച്ചുള്ള ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിരുന്നു. അത് കണ്ട ഉടനെ സൂഫി സഫർ ഷാജിദയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഷാജിദയുടെ പൊട്ട ബുദ്ധിയിൽ തോന്നിയ ഒരു കഥയാണ് വിവാഹം. ഷാജിദ ഷെയർ ചെയ്ത വീഡിയോയെക്കുറിച്ച് സൂഫി സഫർ അന്വേഷിക്കുന്നു. പൊട്ടക്കഥയുടെ ഹാങ് ഓവറിൽ നിൽക്കുന്ന ഷാജിദ ഒന്നും ആലോചിക്കാതെ തന്നെ എൻ്റെ ഹസ്ബൻഡാണെന്ന് പറയുന്നു. സൂഫി സഫർ എന്ന കണ്ടന്റ് മേക്കർ ആ സത്യം വെളിയിൽ കൊണ്ടുവരുന്നു. ഷറഫ് അലി ആ കഥയിലെ നായകനായും പിന്നീട് വില്ലനായും രംഗപ്രവേശനം ചെയ്യുന്നു. ഒരു കൂട്ടർ അനുകൂലിച്ചും ഒരു കൂട്ടർ വിമർശിച്ചും മുന്നോട്ട് വരുന്നു. ആ കഥക്ക് പൊടിപ്പും തൊങ്ങലും വെച്ച് ഷാജിദ അതിന് പിന്നാലെയോടുന്നു. അവർക്ക് പിന്നാലെ മറ്റു യൂട്യൂബേഴ്സും. ആ കഥക്ക് ട്വിസ്റ്റ് നൽകിക്കൊണ്ടാണ് റൌഫ് രംഗപ്രവേശനം ചെയ്യുന്നത്. റൌഫ് ആദ്യമായി കോണ്ടാക്ട് ചെയ്യുന്നത് സൂഫി സഫറിനെയാണ്. ഷാജിദയാൽ ചതിക്കപ്പെട്ടവനായിട്ടാണ് റൌഫ് വന്നത്. തെളിവായി അയാൾ അയച്ചു കൊടുത്തത് ഷാജിദ അയച്ച വോയിസ് ക്ലിപ്പും ചില ഫോട്ടോസുകളുമാണ്. അതെല്ലാം കണ്ടപ്പോൾ ഒരു തേപ്പുകാരിയാണ് ഷാജിദ എന്ന് മനസ്സിലായി. അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വീഡിയോയും ചെയ്തു. പിന്നീട് റൌഫ് പറയുന്ന ഓരോ കാര്യങ്ങളും പരസ്പര വിരുദ്ധമായിട്ടാണ്. അയാൾ പല കഥകളും സൂഫി സഫറിനോട് പറഞ്ഞു. പലരോടും അയാൾ ചെയ്ത പ്രതികാരത്തിൻ്റെ രീതിയും വെളിപ്പെടുത്തി. അയാളുടെ ജീവിതത്തിലൂടെ ഷാജിദ മാത്രമല്ല പലരും കടന്നു പോയിട്ടുണ്ട്. കൃത്രിമമായി രൂപപ്പെടുത്തിയതും കെട്ടിച്ചമച്ചതുമായ കഥകൾ ഷാജിദക്കെതിരെ പ്രയോഗിക്കാൻ സൂഫി സഫറിനെ നിർബന്ധിച്ചു. മാത്രവുമല്ല, റൌഫിനെ കുറിച്ച് സംബന്ധിച്ച കാര്യങ്ങൾ ഷാജിദയുമായി ചർച്ച ചെയ്യുകയും അതോടൊപ്പം അവൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അയാൾക്ക് അയച്ചു കൊടുക്കാനും നിർബന്ധിച്ചു. ഇതൊന്നും അംഗീകരിക്കാൻ സൂഫി സഫർ തയ്യാറായില്ല. ഇത്തരം കള്ളപ്രയോഗങ്ങൾ ഒരു സ്ത്രീക്കെതിരെയാണെന്നോർത്തപ്പോൾ അയാൾ അതിൽ നിന്ന് പിന്മാറുന്നു. അത് ഷാജിദയോടുള്ള പ്രണയം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. ഷാജിദ 5 കുട്ടികളുടെ ഉമ്മയാണ്. ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീയാണ്. അവർ ചെയ്തത് തെറ്റാണെന്ന് പൂർണ്ണമായിട്ടും അറിയാം. എങ്കിലും ചെയ്യാത്ത തെറ്റിന് അവർ ഇതിലേക്ക് വലിച്ചേക്കാൻ മനസ്സു വന്നില്ല. അവൾ ചെയ്തതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അത് അങ്ങനെ തന്നെ പോവുകയും ചെയ്യും. അത് തിരുത്തി മുന്നോട്ട് പോകാൻ അവൾ ശ്രമിക്കുന്നുമില്ല. പക്ഷേ എന്തുകൊണ്ട് റൌഫിനേക്കാൾ നല്ലത് ഷാജിദയാണെന്ന് മനസ്സിലാവുന്നു. റൌഫ് പറഞ്ഞ പല കാര്യങ്ങളും സൂഫി സഫർ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്നു. പല കാര്യങ്ങളും പറഞ്ഞത് അബദ്ധമായി എന്ന് റൌഫിന് പിന്നീട് മനസ്സിലായി. റൌഫ് വല്ലാതെ പെട്ടുപോകുകയാണ് അവിടെ ചെയ്തത്. ഷാജിദക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന പല യൂട്യൂബേഴ്സും ഉണ്ട്. അവരോട് പറഞ്ഞാൽ ഇത്തരം കൃത്രിമ കഥകളൊക്കെ പുറത്തു വരികയും ഷാജിദ വീണ്ടും നാറുകയും ചെയ്യും. സൂഫി സഫറിന്റെ കയ്യിൽ താൻ ആപ്പിലാകുന്ന പല തെളിവുകളും ഉണ്ടെന്നിരിക്കെ മറ്റു യൂട്യൂബേഴ്സിനെ സമീപിക്കാൻ റൌഫിന് സാധിക്കാതെ വരുന്നു. സൂഫി സഫറിന്റെ കൈകളിൽ നിന്നും അത് കൈക്കലാക്കണം. അതിനുവേണ്ടിയുള്ള പഠിച്ച പണികളാണ് റൌഫ് നോക്കുന്നത്.
എന്നിട്ട് വേണം ഷാജിദയുമായി നേർക്കുനേർ പൊരുതാൻ. ഷാജിദ ചില്ലറ പണിയല്ലല്ലോ കൊടുത്തത്. തനിക്ക് കിട്ടാനുള്ളത് ലക്ഷങ്ങളാണ്. അതങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും റൌഫ് തയ്യാറല്ല. ഏതായാലും ഷാജിദ എല്ലാം മറന്ന് ജീവിക്കാൻ തയ്യാറായിരിക്കുന്നു. തൻ്റെ കഴിഞ്ഞ വർഷം കടന്നുപോയത് മോശം അവസ്ഥയിലൂടെയാണെന്നും ഇനി ആ അവസ്ഥകളൊന്നും 2025 എത്തി നോക്കാൻ പോലും പാടില്ലെന്നും തനിക്കതിന് താല്പര്യമില്ലെന്നും അറിയിക്കുന്നു. താൻ വിവാദത്തിലേക്ക് എടുത്തു ചാടാൻ വേണ്ടി ഇന്റർവ്യൂ കൊടുത്തതല്ല. വേണ്ട വേണ്ട എന്ന് പലവട്ടം ചിന്തിച്ചിട്ടും അവരുടെ നിർബന്ധപ്രകാരം ഇന്റർവ്യൂവിലേക്ക് എത്തപ്പെട്ടതാണ്. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണമല്ലോ എന്ന് കരുതി ഞാൻ കിട്ടുന്ന ഉത്തരം പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊരു തെറ്റാണോ? പല ഇന്റർവ്യൂവിലും പല ഉത്തരമായി പോയി. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തവരോട് എനിക്കെന്നും കടപ്പാടാണ്. അവർക്ക് ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും അവർക്ക് പ്രശ്നമില്ല. ഞാൻ ഇടുന്ന വീഡിയോയിലെ ഉള്ളടക്കം അവർക്ക് മനസ്സിലാകും. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അവർക്ക് മനസ്സിലാകും. അതാണ് എൻ്റെ സമാധാനം. മക്കളെ യത്തീംഖാനയിലാക്കി എന്ന് നെഗറ്റീവ് പറയുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. എൻ്റെ സാഹചര്യം അതായിട്ടാണ് ഞാൻ അവരെ അവിടെ കൊണ്ടുവിട്ടത്. അവർക്കവിടെ സുഖമാണ്. നേരത്തിന് ഭക്ഷണവും വസ്ത്രവും ഒക്കെ കിട്ടുന്നുണ്ട്. പോരാത്തതിന് മദ്രസാ പഠനവും സ്കൂൾ പഠനവും ലഭിക്കുന്നുണ്ട്. അവിടെയുള്ള ഉസ്താദുമാർക്ക് എൻ്റെ വീഡിയോ കാണലല്ല പണി. അവർക്ക് അവിടുത്തെ മറ്റു പല കാര്യങ്ങളും ചെയ്യാനുണ്ടാകും. ഞാൻ യൂട്യൂബ് ചെയ്യുന്നതിൽ അവർക്ക് വിരോധമൊന്നുമില്ല. പിന്നെ എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. താല്പര്യമില്ലാത്തവർ കാണരുത്. കമൻറ്റ് സെക്ഷൻ നോക്കാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്. എൻ്റെ നെഗറ്റീവുകൾ കണ്ട് ആസ്വദിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യുന്നവരുമുണ്ട്. നിങ്ങളൊന്നും മനുഷ്യരല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എൻ്റെ നെഗറ്റീവ് കണ്ട് ആസ്വദിക്കാൻ മാത്രം തരം താഴ്ന്നവരാണോ എന്നാണ് ഷാജിദ ചോദിക്കുന്നത്. ഇനി ആ പരിപാടിയും നിർത്തിക്കോളണം. ഷാജിദ പറഞ്ഞതുപോലെ തന്നെ 2025 അവർക്ക് നല്ല വർഷമാവട്ടെ. ആ നല്ല വർഷം തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ടത് ഷാജിദ തന്നെയാണ്. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ടെങ്കിൽ, സത്യസന്ധതയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരെയും പേടിക്കേണ്ടതില്ല. ഒരു യൂട്യൂബേഴ്സിനും നിങ്ങൾ മോശക്കാരിയാവണമെന്ന് ആഗ്രഹമില്ല. നിങ്ങളോട് വ്യക്തിപരമായിട്ട് ആർക്കും റിവഞ്ചുമില്ല. നിങ്ങളുടെ ചില വാക്കുകളോട് മാത്രമാണ് റിവഞ്ച്. അത് തിരുത്തി മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നിങ്ങൾ വിജയിച്ചു. നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ടോ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് കൊണ്ടോ ആർക്കും പരാതിയില്ല. എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു പറയാതിരിക്കുക. നിങ്ങളത് വീണ്ടും എടുത്തിടുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറയും. അത് നിങ്ങൾക്കും നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ഒരു കൈ അടിച്ചാൽ ഒച്ച ഉണ്ടാവില്ല, 2 കൈയും കൂടി കൂട്ടി വരുമ്പോഴാണ് ഒച്ച വരുന്നത് എന്ന്. അത് തന്നെ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികവുമാക്കൂ.